മണിക്കൂർ ഇങ്ങോട്ട് വിളിയാ. എല്ലാത്തിനും മറുപടി പറയാൻ ഞാൻ മാത്രം. ഞാൻ ഇവിടെ റേഡിയോ ചലിക്കുന്ന പോലെ ചലിച്ചോണ്ടിരിക്കുവാ. നീ ഇവിടെ എന്നോണ്ടാക്കുവാടി? ആ, ഓരോരുത്തർക്ക് ഓരോ സമയത്ത് ഇറങ്ങി ഇറങ്ങി അങ്ങ് പോയാ മതിയല്ലോ. നീ പഠിക്കാതെ കേട്ടാ, നീ നിന്റെ പണി നോക്കി. ഞാൻ എന്റെ പണി നോക്കി തന്നെയാ നിൽക്കുന്നേ. Doritos 8012. Good morning. Sit down. എന്തു പറയുന്നു? മലയാളം ടെക്സ്റ്റ് എല്ലാവരും എടുത്തിട്ടുണ്ടോ? എന്തിനു വേണ്ടിയാണ് മലാല സംസാരിക്കാൻ തുടങ്ങിയത്? കുട്ടികളുടെ വിദ്യാഭ്യാസത്തിന് വേണ്ടിയും അവരുടെ അവകാശങ്ങൾക്ക് വേണ്ടിയുമാണ്, അല്ലേ? പരീക്ഷയൊക്കെ കഴിഞ്ഞില്ലേ? പേപ്പർ വേണ്ടേ? എന്നാ പിടിച്ചോ പേപ്പർ. തനീഷ് 39. ഒരു വലിയ ക്ലാപ്പ് കൊടുത്തേ. ഓക്കെ. കാർത്തിക, ആർദ്ര, നിഹാര. നിനക്ക് മാർക്ക് വളരെ കുറവാണല്ലോ, ഒന്നും പഠിക്കുന്നില്ലേ? നിനക്ക് എന്ത് പറ്റി? നിങ്ങൾ നിങ്ങളെ കാര്യം നോക്കിയാൽ മതി, എന്നെ ഭരിക്കാൻ വരണ്ട. അന്റെ കാര്യം എങ്ങനെയാ നോക്കണ്ടെന്ന് എനിക്കറിയാം കേട്ടോ. ടീച്ചറെ, ആ 8Bയിലെ നിഹാര ഒന്നും പഠിക്കുന്നുമില്ല, മാർക്കുമില്ല. ആകെ ഡിസ്റ്റർബൻസ് ആയിട്ട് ക്ലാസ്സിലിരിക്കുന്നത്. അവരുടെ പാരൻറ്റിനെ വിളിച്ചിട്ട് ഇനി ക്ലാസ്സിലിരുത്തിയാൽ മതി. ഹലോ, നിഹാരയുടെ പേരൻ്റ് അല്ലേ? ഞാൻ നിഹാര പഠിക്കുന്ന സ്കൂളിലെ HM ആണ്. നിഹാരയെ പറ്റി ചെറിയൊരു കംപ്ലൈൻറ്റ് കിട്ടിയിട്ടുണ്ട്. നിങ്ങൾ എത്രയും പെട്ടെന്ന് സ്കൂളിൽ എത്തിയാൽ മാത്രമേ കുട്ടിയെ ക്ലാസ്സിൽ കയറ്റാൻ പറ്റൂ. എങ്കിൽ ശരി, ഓക്കെ. മാഡം, ഞാൻ 8Bയിലെ നിഹാരയുടെ അമ്മ. വിളിപ്പിച്ചിരുന്നു. എന്താ കാര്യം? നിഹാര ബിന്ദു ടീച്ചറോട് മോശമായി പെരുമാറി. നിങ്ങൾ എങ്ങനെയാണോ കുട്ടികളെ വളർത്തുന്നത്? ഞാൻ പറയുന്നത് മനസ്സിലാവുന്നുണ്ടോ? ഇനി ഞാൻ ശ്രദ്ധിച്ചോളാം മാഡം. ടീച്ചറെ, അവിടെ കാർ അടിച്ചു. ആ സ്കൂളിലെ പ്രശ്നമല്ലേ? സാർ, പക്ഷെ കുട്ടികളെ ഓരോ ദിവസത്തെ ഒരു പെരുമാറ്റവും വൈകുന്നേരം വീട്ടിൽ വരുമ്പോഴുള്ള കാഴ്ചപ്പാട് നിങ്ങൾ മനസ്സിലാക്കണമായിരുന്നു. അപ്പം ഇതിനെപ്പറ്റി അവസ്ഥ അറിയാലോ. ഈ കുട്ടി വളരെ ടയർഡാണ്. എന്ത് വേണമെങ്കിലും ഇവിടെയുള്ള ആൾക്കാരെ സമീപിക്കാം. നിങ്ങൾക്ക് എല്ലാ രീതിയിലുള്ള സഹായമുണ്ട്. അതുപോലെ തന്നെ ഇതിലൊന്ന് മാറ്റം വരണ്ടേ? ഇതിൽ നമുക്ക് വിമുക്തി നേടണ്ടേ? നമ്മൾ ഡിപ്പാർട്ട്മെന്റ് വിമുക്തിയാണ്, ലഹരിക്കെതിരെ വിമുക്തിയാണ് ഏറ്റവും പ്രധാനം. ആ വിമുക്തി നേടണ്ടേ? അത് ഒരു തെറ്റ് ചെയ്താൽ അത് തെറ്റാണെന്ന് നമുക്ക് ബോധ്യം വന്നാൽ പിന്നെ നമുക്കത് തിരുത്താൻ പറ്റും. അപ്പോൾ ഇതിന് ചികിത്സ എന്ന് പറയുന്നത് പയ്യന്നൂർ എക്സി ഡിപ്പാർട്ട്മെന്റ് പ്രത്യേക ഒരു വിങ്ങുണ്ട് അവിടെ. അതുപോലെ തന്നെ മാനന്തവാടിയിൽ ഒരു ചികിത്സാലയമുണ്ട്, മെഡിക്കൽ കോളേജിൽ. ആ 2 സ്ഥലത്ത് നിങ്ങൾ ഏതൊരു സ്ഥലത്ത് നിങ്ങൾക്ക് ഇഷ്ടമുള്ള സ്ഥലത്ത് നിങ്ങൾ പോയി അതിൻ്റെ ചികിത്സ നിങ്ങൾ നേടണം. നമ്മൾ സമൂഹത്തിന് വേണ്ടി നമ്മൾ പ്രവർത്തിക്കാറുണ്ട്. ഇതിനെതിരെ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും അത് നമ്മൾ ചിന്തിക്കണം. കുട്ടി വളരെ ടയർഡാണ്. അത്യുന്നതന്റെ സംരക്ഷണത്തിൽ വസിക്കുന്നവനും സർവശക്തനാത്തോണിൽ കഴിയുന്നവനും അമ്മേ,
വിശേഷം? അങ്കിള് കഴിഞ്ഞ ദിവസം തന്ന മരുന്ന് ഒന്നും കൂടി തരട്ടെ? ഇപ്പൊ വേണ്ട അങ്കിളെ, ഞാൻ ഒരു സ്ഥലം പറയാം, അവിടെ നിന്നാ മതി. ഇന്ന മോള് കയറിക്കാൻ, നമുക്ക് പോയേക്കാം. ഇതാ ഞാൻ പറഞ്ഞ സ്ഥലം. ഇതാണ് മോള് പറഞ്ഞ സ്ഥലം? ആ, എന്നാ ഇറങ്ങിക്കോ. അടിപൊളി സ്ഥലമാണല്ലോ. മോളെങ്ങനെ ഈ സ്ഥലമൊക്കെ കണ്ടുപിടിച്ചേ? നല്ല ശാന്തമായ പുഴ, അടിപൊളി. നീലാകാശം പച്ച വിരിച്ച് പച്ചത്തെങ്ങോല, നീലാകാശം പേര് വിരിച്ച് പച്ചത്തെങ്ങോല. ഡോർട്ടസ് എടുക്കട്ടെ? ഡോർസ്റ്റോസ് 20 ഞങ്ങളടാ. പിള്ളേർക്ക് എംഡിഎം കൊടുത്തിട്ട് മയക്കുമരുന്ന് കൊടുത്തേച്ച് എത്ര കാലമായി ഈ പരിപാടി തുടങ്ങിയിട്ട്? അറിയാതാ പിള്ളേർക്ക് മയക്കുമരുന്ന് കൊടുക്കുന്നേ? ആ, അത് പണി കിട്ടുമ്പോ പഠിച്ചോളൂ. താങ്കൾക്ക് മക്കളൊന്നുമില്ലേ? അറിയാതെ നിന്റെ മക്കൾക്ക് കൊടുക്കണത്. Sorry Danish, it's my mistake. Parade! Advance by the right, about turn. Please by the right, young march. ഞാൻ ഉത്തരവാദിത്ത ബോധവും സാമൂഹിക പ്രതിബദ്ധതയും സഹജീവി സ്നേഹവും പ്രകൃതി സ്നേഹവുമുള്ള ഉത്തമ പൗരനായി ജീവിക്കുമെന്നും പ്രഖ്യാപിത നിയമവ്യവസ്ഥയിൽ അടിയുറച്ചു നിന്നുകൊണ്ട് തന്നെ അക്രമത്തിനും അനീതിക്കുമെതിരെ പോരാടുമെന്നും രാജ്യത്തിന്റെ സുരക്ഷയ്ക്കും അഖണ്ഡതയ്ക്കും മതേതരത്വത്തിനും വേണ്ടി പ്രയത്നിക്കുമെന്നും എന്നിൽ അന്തർലീനമായിരിക്കുന്ന കഴിവുകൾ പൂർണ്ണമായി വിനിയോഗിക്കുവാൻ ആത്മാർത്ഥമായി ശ്രമിക്കുമെന്നും രാജ്യത്ത് നിലനിൽക്കുന്ന നിയമങ്ങൾ സ്വമേധയാ അനുസരിക്കുമെന്നും ഞാൻ പ്രതിജ്ഞ ചെയ്യുന്നു.